നമ്മുടെ നാട്ടിൽ ഇന്ന് ഈസ്റ്റർ ആയിട്ട് മൊത്തത്തിൽ ഒരു തണുപ്പം മട്ടാണെങ്കിലും വീട് കയറിയുള്ള പ്രചാരണം ആവേശപൂർവ്വം നടക്കുകയാണ്. ഹാഷ്മിയുടെയും എൻ്റെ നാടാണ് പത്തനംതിട്ട. ഞാനിപ്പോൾ പത്തനംതിട്ടയിൽ ഉള്ളത് ആറന്മുളയിലെ ഒരു മൂലയ്ക്ക് ഒരു കോണിലാണ്, കുമ്പഴയിലാണ്. കോന്നി ആറന്മുള മണ്ഡലങ്ങളുടെ ഏതാണ്ട് ഒരു ബോർഡർ എന്നൊക്കെ പറയുന്ന കുമ്പഴയിലാണ്. കുമ്പഴ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന റോഡ് പുല്ലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ സൈഡാണ്. പത്തനംതിട്ട എന്ന് വരുന്ന ബസ് തിരുവനന്തപുരത്തിലുള്ള റൂട്ട്, അപ്പുറത്ത് മലയാളപ്പുഴ ക്ഷേത്രം, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഇവിടുത്തെ വോട്ടർമാരോടൊക്കെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. രാവിലെ ലോട്ടറി ഒക്കെ ചേട്ടാ ഇത്തവണ ആർക്കായിരിക്കും ആറന്മുളയിലെ ഭാഗ്യം തുടങ്ങിയ? ഇവിടുത്തെ അല്ല, എന്നാലും എന്താ ഇലക്ഷന്റെ ഒരു ചൂടൊക്കെ ഉണ്ടോ? നല്ല ചൂടുണ്ട്. കച്ചവടം കാര്യമായിട്ട് നടക്കണ്ടോ? അപ്പൊ ഇവിടെ കുറെ ചേട്ടന്മാരുണ്ട്. കാരണം ഇന്ന് ഈ ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് പൊതുവെ ഒരു അവധി ആഘോഷമാണ്. ഈസ്റ്റർ ആഘോഷമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇലക്ഷൻ പരിപാടികൾ, ഇലക്ഷന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്നുണ്ട്. അപ്പൊ ഈ തവണ തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആറന്മുള. ആറന്മുളയിൽ ആ സ്ഥാനാർത്ഥികളെ പറ്റി നമ്മൾ വിശദമായി വരും. അപ്പോൾ ആറന്മുളയുടെ കര, പമ്പയുടെ ഓളങ്ങളിൽ ആര് മുന്നിടും എന്നതാണ് നമ്മുടെ ചോദ്യം. ആറന്മുളയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ആറന്മുളയിലെ ആറന്മുള മണ്ഡലത്തിൽപ്പെട്ട കുമ്പഴയിലാണ് ഞാൻ ഉള്ളത്. ആറന്മുളയിലെ ജനങ്ങളുടെ പൾസ് ഇത്രയും ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഷിജോ കുര്യൻ നമ്മളോടുണ്ട്. പത്തനംതിട്ടയിലെ 24ന്റെ പ്രതിനിധിയാണ്, പ്രേക്ഷകർക്ക് അറിയാം. ഷിജോ, എന്താണ് ഈ ആറന്മുളയിലെ ഒരു ടൈറ്റ് ഫൈറ്റ്? അതായത് 3 പേരും സംസ്ഥാനം അറിയപ്പെടുന്ന ആളുകൾ, ഒന്ന് മന്ത്രി, ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്, മറ്റൊന്ന് BJPയുടെ പ്രമുഖനായ നേതാവ്, മുതിർന്ന നേതാവ്. എങ്ങനെയാണ് ടൈറ്റ് ഫൈറ്റ്? അങ്ങേയറ്റം ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. അതിന് മാത്രമല്ല, ഈ പമ്പയുടെ ഓളങ്ങളിൽ ഈ പറയുന്ന പങ്കായം തുഴയുന്നത് പോലെ അതേ വേഗത്തിൽ തുഴഞ്ഞാൽ മാത്രമേ ആർക്കെങ്കിലും മുന്നിലെത്താൻ പറ്റുകയുള്ളൂ. അത് ഒരുപോലെ തുഴയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ നമ്മളോട് പറയണം. അപ്പൊ ഇവിടെ ചേട്ടാ രാവിലെ പോക്കറ്റ് നിറച്ച് പൈസ ഒക്കെ ആയിട്ടാണല്ലോ ഇറങ്ങിയേക്കത്. കച്ചവടത്തിന് എങ്ങനെയുണ്ട് നമ്മുടെ മണ്ഡലത്തിലെ ഒരു ഇലക്ഷൻ ചൂട്? എന്താ ചൂടാ, വീണാ ജോർജ് ജയിക്കും. വൻ ഭൂരിപക്ഷത്തിൽ ഒരു സംശയമില്ല. അപ്പൊ വേറെ ആർക്കെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കട്ടെ. എന്താണ് ഇവിടുത്തെ ഒരു ഇലക്ഷന്റെ ഒരു അവസ്ഥ? ഇലക്ഷൻ എന്താ, നമ്മുടെ ആറന്മുള നിയോജകമണ്ഡലത്തിൽ വീണ ജോർജ് തന്നെ ജയിക്കും. നിങ്ങളെല്ലാം വീണ ജോർജ് സപ്പോർട്ടേഴ്സ് ആണോ? മുഴുവൻ പേരും ഇവരെല്ലാം കൂടെ രാവിലെ ഇലക്ഷന്റെ ക്യാമ്പയിൻ ഇറങ്ങിയ ആളുകളാണ് കേട്ടോ. ഇവരെല്ലാം കൂടെ വീട് കയറുന്ന തിരക്കില്ല. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് എങ്ങനെയുണ്ട്, വീടുകാരൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ടോ? സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് പോയെങ്കിൽ മാത്രമേ നമുക്ക് വീടുകളിൽ ആളിനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത്. ഈസ്റ്റർ ദിവസം ആയതുകൊണ്ട് കാര്യമായ ഭക്ഷണമൊക്കെ തന്നെ സ്വീകരിക്കുന്നുണ്ടോ? ഉച്ചയ്ക്ക് ഞങ്ങൾ എവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിക്കും. ഞങ്ങൾ അപ്പൊ എവിടെ നിന്നെങ്കിലും കഴിക്കാന്നുള്ളതാണ്. അപ്പൊ എന്താ നിങ്ങളുടെ ഒരു ഇലക്ഷൻ പൾസ് എങ്ങനെയാണ് മൊത്തത്തിൽ ഇവിടുത്തെ? ഇലക്ഷൻ പൾസിൽ ഒരു സംശയവും വേണ്ട. 3ാമത്തെ പ്രാവശ്യവും വീണ ജോർജ് ജയിക്കും. 3ാമത്തെ പ്രാവശ്യവും പിണറായി അധികാരത്തിൽ. അങ്ങനെയല്ല പറയുന്നത്, അബിൻ വർക്കി ജയിക്കുമെന്നാണ് പറയുന്നത്. ഒന്നും പറയത്തില്ല, അതൊക്കെ ചുമ്മാ അബിൻ വർക്കിയുടെ ആളുകൾ പരാജയം സംഭവിച്ച ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അത് തന്നെ വീണ ജോർജിന്റെ വിജയത്തിന്റെ ചവിട്ടുപടിയാണിത്. ഇവിടെ ഒരു പാട്ടുകാരൻ ഞാൻ കേട്ടല്ലോ, അബിൻ വർക്കി ഇവിടെ ജയിക്കും. ചുമ്മാ വീണ ജോർജിനുള്ളതാ ഉറപ്പാ, വീണ ജോർജ് തന്നെ ജയിക്കും. കുമ്മനം രാജശേഖരൻ മത്സരിക്കും. കുമ്മനം ഈ മണ്ഡലത്തിലൊക്കെ പരിചയമുള്ളതാണ്. ആറന്മുള സമരകാലത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ കുമ്മനത്തിന് ഞങ്ങൾക്ക് ഒരു ചെറിയ കോമ്പറ്റീഷൻ തരുമെന്ന് തോന്നില്ലേ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അബിനും വീണ ജോർജും ഓർത്തഡോക്സ് വിഭാഗക്കാര്, നല്ല വോട്ടറിലാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്. വോട്ട് മാറുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അപ്പൊ കുമ്മനം ജയിച്ചാലോ? മതേതര സ്വഭാവമുള്ള ഒരു ജില്ലയാണ്. വഴിയില്ല. ഒരു പാട്ടുകാരനെ കണ്ടായിരുന്നു, രമേശ് ചേട്ടൻ പാട്ടുകാരൻ. ആ പാട്ടുകാരൻ ഇവിടെ പോയി ആ പാട്ട് എന്നെ ഏൽപ്പിച്ചു പോയി. പാട്ട് ഏൽപ്പിച്ചിട്ട് പോയി. അതായത് 2027 കേരള ജനത ഒരു പാട്ട് പാടും. ഏതറിയാം? പിണറായി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അതാണ് അത് എന്താണെന്നറിയാമോ? അയാളുടെ വൈഫിനും അയക്കും കൂടെ 8000 രൂപ കിട്ടി. ഈ ഒരു മാസം സന്തോഷമായിട്ട് അയാൾക്ക് ജീവിക്കാവുന്നതാണ് പറഞ്ഞത്. അത്രയ്ക്ക് പെൻഷൻ അയക്ക് കിട്ടിയോണ്ടാണ് അയാൾ സന്തോഷത്തോടെ എല്ലാ കാര്യം പറഞ്ഞിട്ട് പോയേക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ഈ പെൻഷനും മറ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം കാര്യമായി വോട്ടാവെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ മാസം 8000 രൂപ പെൻഷൻ മേടിച്ച ദിനേശേട്ടനുണ്ട്. ദിനേശനെയാണ് കാണേണ്ടത്. അപ്പൊ ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്. ഇവിടെ ഞങ്ങൾ ഈ ജംഗ്ഷൻ വന്നപ്പോൾ തന്നെ ഈ പ്രേക്ഷകരെ കാത്ത് അല്ലെങ്കിൽ പ്രേക്ഷകരോട് സംസാരിക്കാൻ എനിക്കൊരു പാട്ടുണ്ട് എൻ്റെ കയ്യിലെന്ന് പറഞ്ഞു ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനിലേക്കാണ് ഞാൻ പോകുന്നത്. ദിനേശ് ചേട്ടൻ ദയവായിരുന്നു. ദിനേശേട്ടന്റെ പാട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് 4000 രൂപ പെൻഷൻ കിട്ടി. നേരത്തെ ഇതിനു മുമ്പ് പെൻഷൻ കൊടുത്തോണ്ടെന്ന് ഈ പ്രതിപക്ഷം ഭരിച്ചോണ്ടിപ്പോ 600 രൂപയായിരുന്നു പെൻഷൻ. 600 രൂപ 1.5 വർഷം ഒരു പാട്ടുണ്ടല്ലോ. പെൻഷന്റെ പാട്ടുണ്ടല്ലോ. പിണറായി
പിണറായി നാടു ഭരിക്കും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പിണറായി തന്നെ ഈ രാജ്യം ഭരിക്കണം. പിണറായി ഭരിച്ചാലേ ഈ രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ. രാജ്യത്തിലെങ്കിലും കേരളം പിണറായി ഭരിക്കണം. കാരണം രാജ്യത്തിനേക്കാൾ ഏറ്റവും വലിയ കേരളമാക്കി കഴിഞ്ഞു. കേരള ഒരു ഹബ്ബാക്കി കഴിഞ്ഞു പിണറായി വിജയന് മരണമില്ല. ഓക്കെ, അപ്പൊ അതാണ് പിണറായി ഫാൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഈ മണ്ഡലത്തിലെ രണ്ട് ചേച്ചി വരുന്നത് ബസ് കയറാൻ കാത്തിക്ക്. എങ്ങോട്ട് പോവാ? ഇവിടുത്തെ വോട്ടറാണോ? എന്താ അഭിപ്രായം തെരഞ്ഞെടുപ്പിനെ പറ്റി? നമ്മൾ അങ്ങനെ ഒന്നും അഭിപ്രായം വോട്ട് ചെയ്യുന്നുണ്ടോ? ആദ്യ വോട്ടാ? കന്നി വോട്ടാ? ഓക്കെ, അപ്പൊ കന്നി വോട്ട് ചെയ്യുമ്പോ ആരെയാ എന്താ പരിഗണിക്കുക? വികസനമാണോ അതോ യുവ സ്ഥാനാർത്ഥിയാണോ? എന്താ പരിഗണിക്കുക? വികസനം വേണം. ഇപ്പൊ വികസനം ഉണ്ടോ ആറന്മുളയില്? നമ്മള് അങ്ങനെ പറയാറായില്ല സാറേ എന്താണ് ചിത്രം? തീർച്ചയായിട്ടും വീണ ജോർജ് ഇവിടെ ജയിച്ചു വീണ്ടും വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഭൂരിപക്ഷം ആളുകൾ വീണ ജോർജിനെ പിന്തുണച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.